ധീവരസഭയിലെ ഒന്നോ രണ്ടോ നേതാക്കൾ പറയുന്നത് കേൾക്കുന്നവരല്ല ആലപ്പുഴ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളെന്ന ഇടത് സ്ഥാനാർത്ഥി പി ചിത്തരഞ്ജൻ. ഇത്തരം നേതാക്കൾ കാലങ്ങളായി കോൺഗ്രസിനും BJPക്കും വേണ്ടി മാറി മാറി വാദിക്കുന്നുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും മണ്ഡലത്തിന്റെ പുരോഗതിയും വിലയിരുത്തിയാവും ജനങ്ങൾ വോട്ട് ചെയ്യുകയെന്നും ചിത്തരഞ്ജൻ ന്യൂസ് 18 പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആലപ്പുഴ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ പി ചിത്തരഞ്ജനാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണോ റീൽസിലൊക്കെ? തീർച്ചയായിട്ടും നാട്ടിലെ ജനങ്ങൾ നൽകുന്ന ഒരു സ്നേഹവും അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുമാണ് നമുക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം പകരുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാനും LDFന്റെ പുറത്ത്. പ്രചരണമൊക്കെ ഏത് ഘട്ടത്തിലായി? എവിടെയൊക്കെ പോയി? ആരെയൊക്കെ കണ്ടു? എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു? പ്രചരണം തുടങ്ങിയില്ലല്ലോ. പ്രചരണത്തിന്റെ പക്ഷേ ആദ്യം ചുവരെഴുത്ത് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ പ്രത്യക്ഷപ്പെട്ടത് പി ചിത്തരഞ്ജനെ വിജയിപ്പിക്കുക എന്നുള്ള LDFന്റെ ചുവരെഴുത്തായിരുന്നു. അത് പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആദ്യം തന്നെ തീരുമാനമൊക്കെ ആയിക്കഴിഞ്ഞതുകൊണ്ട് LDF റിപ്പോർട്ട് ചെയ്തായിരുന്നല്ലേ? കേട്ടവരൊക്കെ അങ്ങനെ ആവശ്യ കമ്മിറ്റിക്കാരൊക്കെ എഴുതി, അത്രയേ ഉള്ളൂ. പക്ഷേ ഔദ്യോഗികമായി നമ്മൾ പ്രവർത്തനം തുടങ്ങിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് 5 മണിക്ക് പ്രഖ്യാപിച്ച് 5:15 മണിക്ക് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. ഓപ്പണാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പി ചിത്തരഞ്ജൻ ഒരു കോൺഫിഡൻസ്? ഒന്ന്, കേരളത്തിലെ LDF ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭിച്ച മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ മണ്ഡലം. ആ വികസന പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായി ജനങ്ങൾ അതിനോട് പ്രതികരിക്കുമല്ലോ. മറ്റൊന്നൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ 5 വർഷക്കാലവും ഞാൻ അവരോടൊപ്പം തന്നെയായിരുന്നു, ഗ്രൗണ്ടിലായിരുന്നു. അവരുടെ ഏതൊരു പ്രശ്നങ്ങളിലും ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും ബോധ്യമുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടാണ് ജനകീയ പ്രശ്നങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് നാടിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അത് തീർച്ചയായിട്ടും എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ധീവര സമുദായത്തിൻ്റെ ദിനകരൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ ഒരു വിയോജിപ്പ് അവർ പറയുന്നുണ്ട്. NDAക്കാണ് ഇത്തവണ വിശ്വാസം അർപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളി യൂണിയന്റെ തന്നെ അല്ലെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോഴും. അത് ധീവരസഭയുടെ നേതാക്കന്മാരായിട്ടുള്ള ഏതാനും ചില ആൾക്കാർ എത്ര കാലമായിട്ട് മാറിയും തിരിഞ്ഞും BJPക്കും കോൺഗ്രസിനും വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ സമുദായമൊക്കെ ആയിരിക്കും, പക്ഷെ ആ തൊഴിലാളി ഉണ്ടല്ലോ, ഇവർ പറഞ്ഞാലൊന്നും കേൾക്കുന്നവരല്ല. കാരണം മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചറിവൊക്കെയുണ്ടല്ലോ. നേരെ മറിച്ച് ധീവരസഭയുടെ ഏതെങ്കിലും 1-2 നേതാക്കന്മാർക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതെല്ലാം ആ സമുദായത്തിൽപ്പെട്ട തൊഴിലാളി അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ചാണ് ചിന്തിക്കാൻ പോണത് എന്ന് ധരിക്കുന്നതാണ് തെറ്റ്. ഇവിടെ മത്സ്യത്തൊഴിലാളി അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഒരു വർഗം എന്നുള്ള നിലയിൽ, മീൻപിടുത്തക്കാരൻ എന്നുള്ളൊരു വർഗം എന്നുള്ള നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് മഹാഭൂരിപക്ഷവും. അത് വീണ്ടും തെളിയാൻ പോവുകയാണ്. ഇനി എന്താ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഗവൺമെൻറ് ചെയ്യാത്തതിനെക്കുറിച്ച് പറയൂ. അവർ തന്നെ പറയാത്ത ഒന്നുമില്ല. ഒരു നിയമസഭ പാസ്സാക്കുന്നത് ഇന്നാണോ? ആ നിയമത്തെ സംബന്ധിച്ച് ചർച്ചകൾ എത്ര എണ്ണം നടത്തിയതാണ്? എന്താ നിയമത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത? മീൻ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ തൊഴിലാളികൾക്ക് അവൻ്റെ മീൻ തൂക്കി കൊടുക്കാനുള്ള ഒരു അവസരം വന്നില്ലായിരുന്നെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് എന്ത് ലഭിക്കും? ആ നിയമത്തിനകത്തുള്ളതാണ്. അത് നിയമസഭയിൽ വന്നു, അതിനുശേഷം സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയി എല്ലാ സംഘടനകളെയും വിളിച്ച് ചർച്ച ചെയ്ത് എല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ്. ചൂഷണത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഫലപ്രദമായ നിയമത്തെയാണ് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഈ തീരദേശത്ത് കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് അവരുടെ മക്കൾ 104 പേര് ഇന്ന് ഡോക്ടർമാരുണ്ട് പൂർത്തീകരിച്ചവർ. എങ്ങനെയാണ് നടന്നത്? അവരെല്ലാം കാശ് കൊടുത്ത് വാങ്ങിയതാണോ? ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയാൽ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടല്ലേ അത് കഴിഞ്ഞിട്ടുള്ളത്. പ്രൊഫഷണൽ കോഴ്സുകളിലടക്കം പഠിക്കാൻ കഴിയുന്നു. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ തന്നെ വരുന്ന വലിയ മാറ്റം അത് വിദ്യാഭ്യാസ രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞ പുരോഗതിയാണ്. അതിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ചെറുതാണോ?
വളരെ സുദീർഘമായിട്ടാണ് ചിത്തരഞ്ജൻ സംസാരിക്കുന്നത്. എന്നാലും വലിയ പ്രതീക്ഷയിലാണ് പി ചിത്തരഞ്ജൻ. ആലപ്പുഴയിൽ ആദ്യമേ പ്രചരണം ആരംഭിച്ച ചിത്തരഞ്ജനാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.